ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ബറാത്താണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ണൂരിൽ ബറാത്തിൻ്റെ അന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. കായ്ക്കറി എന്ന് പറയും. കണ്ട പുഡിങ് മാതിരി ഇരിക്കും, പക്ഷെ ഇതാണ് സംഭവം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പോളം കടലപ്പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ കഴുകി വെച്ച കടലപ്പരിപ്പില്ലേ, അത് ഒരു കുക്കറിലോട്ടേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ആ കടലപ്പരിപ്പിൻ്റെ ഒപ്പം കുറച്ച് ഉള്ളിയും കൂടി ഇടണം. ഫുള്ളായിട്ട് വേവിക്കേണ്ട, ഒരു 3/4 ഭാഗത്തോളം വേവിക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ 3 സാധനം കൂടിയിട്ട് വേവിക്കണം. ഇനി നമുക്ക് കുറച്ച് നേരിയരി എടുക്കണം. നേരിയരി 2 കപ്പോളം നേരിയരി എടുക്കണം. അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെക്കണം. ഇനി പിന്നെ ചെയ്യേണ്ടത്, ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഈ നേരിയരി ഇട്ട് കൊടുക്കണം. ആ നേരിയരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല വെള്ളം പോലെ ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇനി ഈ പേസ്റ്റ്, ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് 2 ഫുൾ തേങ്ങ ചിരണ്ടിയിട്ട് എടുക്കണം. 2 വലിയ തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടി എടുക്കണം. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കിനി കായ്ക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതാണ്: 1-ാം പാല്, 2-ാം പാല്, നമ്മൾ വേവിച്ചെടുത്ത കടലപ്പരിപ്പ്, മുറിച്ചെടുത്ത പഴം, പിന്നെ മൈദപ്പൊടി, 2 കപ്പ് മൈദപ്പൊടി. ആദ്യം ഒരു വലിയ പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് 2-ാം പാൽ ഇട്ട് കൊടുക്കുക. 2-ാം പാലാണ്, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് അതിട്ട് കൊടുക്കണം. കടലപ്പരിപ്പിൻ്റെ കൂടെ ഉള്ളിയും ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നേരിയരിയുടെ മിക്സ്, നേരിയരിയും വെള്ളവും കൂടിയിട്ട് അരിച്ചെടുത്ത ആ മിക്സ് അത് ഒഴിച്ചു കൊടുക്കണം. ഇനി ആ 2 കപ്പ് മൈദപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടുപ്പത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലാണ് കായ്ക്കറി ഉണ്ടാക്കേണ്ടത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിലാക്കിയാൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് ബദാമാണ്, വേണമെങ്കിൽ മതി. ഞാനിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്തത് മാത്രം. കുറച്ച് ബദാം ഓപ്ഷനിലാണ്. ഒന്നും കൂടി പറയുകയാണ്, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ലോ ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് മുറിച്ചെടുത്ത പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമാണ്, ഒന്നും കൂടി പറയുകയാണ്, ലോ ഫ്ലെയിമിലാണ്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഇത് അടിക്ക് പിടിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് വരും. ഇങ്ങനെ കട്ടിയായിട്ട് വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കായ്ക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. 2 കപ്പോളം മധുരത്തിന് വേണ്ട പഞ്ചസാര ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ ചേർക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഷുഗറുള്ള ആൾക്കാരുണ്ട് വീട്ടിൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കായ്ക്കറി ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് വേണ്ട പഞ്ചസാര ഇട്ടു. ഫസ്റ്റേ പഞ്ചസാര ഇടണം. സ്കിപ്പ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ,